ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. പരമ്പര പിടിക്കാൻ ടീം ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക 4 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് നടക്കാൻ പോവുകയാണ്. ഭാഗ്യപരീക്ഷണമുള്ള ഗ്രൗണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ജോഹാനസ്ബർഗിലെ വാണ്ടേഴ്സ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് വാശിയേറിയ 4ാം T20 നടക്കാൻ പോകുന്നത്. ഇരു ടീമുകളെ സംബന്ധിച്ചും അതിനിർണായകമായ പോരാട്ടം തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പര പിടിക്കാനുള്ള പോരാട്ടമാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് പരമ്പര സമനിലയാക്കാനുള്ള ഒരു അവസാന പരീക്ഷണ പോരാട്ടമാണ് ജോഹാനസ്ബർഗിലെ അവസാന T20. 4ാം T20യിൽ നമുക്കറിയാം 11 റൺസിൻ്റെ ഒരു ത്രില്ലർ വിജയമായിരുന്നു ടീം ഇന്ത്യ നേടിയത്. 219 എന്ന കൂറ്റൻ ടോട്ടൽ പടുത്തുയർത്തിയിട്ടും സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർമാർ വീരോചിതം പൊരുതിയപ്പോൾ അവസാന ലാപ്പ് വരെ ഇന്ത്യക്ക് പൊരുതേണ്ടി വന്ന് നമ്മൾ കാഴ്ച കണ്ടതായിരുന്നു. 11 റൺസിനായിരുന്നു ത്രില്ലർ പോരാട്ടത്തിൽ 3ാം T20യിൽ ടീം ഇന്ത്യ വിജയം നേടിയത്. ആദ്യ മത്സരത്തിൽ 61 റൺസിന് ജയിക്കുകയും 2ാം മത്സരത്തിൽ 3 വിക്കറ്റിന് പരാജയപ്പെടുകയും ചെയ്ത ഇന്ത്യ. പരമ്പര ഇപ്പോൾ 2-1 ഇന്ത്യ ലീഡ് ചെയ്യുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നത്തെ മത്സരം ജയിച്ചാൽ പരമ്പര 3-1 ഉറപ്പിക്കാം. അതേസമയം സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് നിർണായക പോരാട്ടമാണ്. എസ് എ സംബന്ധിച്ച് ഇന്നത്തെ മത്സരം ജയിക്കുകയാണെങ്കിൽ അവർ പരമ്പര നാട്ടിൽ നടക്കുന്ന ആ ഒരു T20 പരമ്പരയിൽ സമനില പിടിക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിക്കും. ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യ 2 മത്സരത്തിലും മാറ്റങ്ങളില്ലാതെ ഇറങ്ങിയ കഴിഞ്ഞ മത്സരത്തിൽ ഒരു മാറ്റവുമായിരുന്നു കളത്തിലേക്ക് എത്തിയത്. ഇന്ത്യൻ ടീമിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്? ഒരു സ്പെഷ്യലിസ്റ്റ് പേസറേയും 3 സ്പിന്നർമാരെയുമാണ് കഴിഞ്ഞ 3ാം T20യിൽ ഇന്ത്യ കളത്തിലിറക്കിയത്. അർഷ്ദീപിനൊപ്പം ഹാർദിക് പാണ്ഡ്യയ്ക്കായിരുന്നു പേസ് ബൗളിങ്ങിൻ്റെ ഉത്തരവാദിത്വം നൽകിയത്. എന്നാൽ ഹാർദിക്കിന് പ്രതീക്ഷിച്ചത്ര ഒരു നിലവാരം കാട്ടാനാവുന്നില്ല. ഫ്ലാറ്റ് പിച്ചിൽ ഹാർദിക്ക് ഒരു വേസ്റ്റ് എക്കോണമിയിലാണ് നിലവിൽ അദ്ദേഹം പന്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചൊരു എക്സ്ട്രാ പേസറെ കൊണ്ടുവരേണ്ടത് വളരെയധികം അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. നിലവിൽ അർഷ്ദീപും നമുക്കറിയാം ഹാർദിക് പാണ്ഡ്യയുമാണ് ഇന്ത്യയുടെ 2 പേസ് ബൗളർമാരെ കളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു പക്ഷേ നാളെ ഒരു ഇന്നത്തെ മത്സരത്തിൽ ഒരു എക്സ്ട്രാ പേസറെ കളത്തിലേക്ക് എത്തിച്ചേക്കും. നിലവിൽ മിഡിൽ ഓർഡർ ബാറ്റിങ്ങിൽ അത്ര മികച്ച ഫോമിലല്ലാത്ത റിങ്കു സിംഗിനെ പുറത്തെടുത്തുകൊണ്ട് പകരം ആ ഒരു എക്സ്ട്രാ പേസർ റോളിലേക്ക് യശ് ദയാലിനെ ഇന്ത്യ കൊണ്ടുവന്നേക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ 11ലേക്ക് എത്തിയ രമൺദീപ് സിംഗ് അദ്ദേഹം 11ൽ തുടരാനും സാധ്യതയുണ്ട്. ഇന്ത്യയുടെ സാധ്യത 11 എങ്ങനെയാണ്? ഓപ്പണിങ്ങിൽ പതിവ് പോലെ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ കൂട്ടുകെട്ടായിരിക്കും വരാൻ പോകുന്നത്. കഴിഞ്ഞ 2 മത്സരത്തിലും സഞ്ജു 0-ന് പുറത്തായെങ്കിലും അഭിഷേക് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയോട് കൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാറ്റിംഗ് ഫോമിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. 3ാം നമ്പറിൽ തിലക് വർമ്മ എത്തിയേക്കും. നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഒരു മികച്ച സെഞ്ചുറി അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, രമൺദീപ് സിംഗ്, അക്സർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, രവി ബിഷ്ണോയ്, വരുൺ ചക്രവർത്തി, യശ് ദയാൽ എന്നിവരായിരിക്കും ഇന്ത്യയുടെ 4ാം T20യിലെ സാധ്യത 11. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.